യൂട്യൂബിൽ നിന്ന് ലക്ഷക്കണക്കിന് വരുമാനം വരുന്നുണ്ടോ? ചില പേർക്കൊക്കെ കോടികളാണ് വരുമാനം എന്നാണ് ചിലവരുടെ തെറ്റിദ്ധാരണ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ 1000 വ്യൂസ് തൊട്ടിട്ട് 20 മില്യൺ വ്യൂ, ഇതിലെല്ലാം എത്രത്തോളം റവന്യൂ ആണ് യൂട്യൂബേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണും. പുതിയതായി യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങിയവർക്കും പുതിയതായി യൂട്യൂബിലേക്ക് വരാനിരിക്കുന്നവർക്കും എല്ലാം ഒരുപോലെ അറിയേണ്ട ഒരൊറ്റ കാര്യമാണ് റവന്യൂ. 1000 വ്യൂസിന് എത്ര റവന്യൂ കിട്ടും? 1,00,000 വ്യൂസിന് എത്ര റവന്യൂ കിട്ടും? ഷോർട്സിന് എത്ര റവന്യൂ കിട്ടും? ലോങ് വീഡിയോയ്ക്ക് എത്ര റവന്യൂ കിട്ടും? കമൻസിന്, സബ്സ്ക്രൈബേഴ്സിന് ഇതിന് എല്ലാം റവന്യൂ കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അതിനെ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബെല്ലാം തുടങ്ങിയ ബിഗിനേഴ്സ്, അതേപോലെ യൂട്യൂബിലേക്ക് വരാനിരിക്കുന്നവർ, ഇപ്പോൾ നിലവിൽ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ളവർക്കെല്ലാം ഒരുപോലെ അറിയാൻ താല്പര്യമുള്ള കാര്യമായിരിക്കും ഇനി റവന്യൂ കിട്ടുന്നത് അല്ല, എത്ര റവന്യൂ കിട്ടും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഷോർട്സിൽ എത്ര റവന്യൂ കിട്ടും നോക്കാം. ഷോർട്സിന് 1000 വ്യൂസിന് എത്ര റവന്യൂ കിട്ടും എന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഷോർട്സിന് ഏകദേശം 1200 വ്യൂസാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏകദേശം കണക്ക് വന്നിട്ട് കിട്ടുന്ന പൈസ എത്രയെന്ന് അറിയോ നിങ്ങൾക്ക്? കണ്ടില്ലേ, 77 പൈസ. ഇപ്പം തന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും 1000 വ്യൂസിന് ഇത്ര റവന്യൂ ഉള്ളോ? യെസ്, ഓഫ് കോഴ്സ്. ഇതേ ഷോർട്സിന് തന്നെ 1,00,000 വ്യൂ കിട്ടിയ എത്ര രൂപയാണ് കിട്ടുന്നത് നോക്കാം റവന്യൂ ആയിട്ട്. ഏകദേശം 63 രൂപ. അപ്പം തന്നെ നിങ്ങൾ ഈ 1,00,000 വ്യൂസ് ഉണ്ടായിട്ടും ഇത്ര പൈസയേ ഉള്ളോ? അതൊന്നും അല്ല ഗൈസ്, ഇത്രയൊന്നും അല്ല. ഇനി നിങ്ങൾ ഒരുപാട് കാണാനിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഷോർട്സിൻ്റെ 1 മില്യൺ വ്യൂസിന് എത്ര പൈസ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഷോർട്സിൻ്റെ 1 മില്യൺ വ്യൂസിന് ഏകദേശം 686 രൂപ കിട്ടും. ഈ ഷോർട്സ് തന്നെ ഒരു 10 മില്യണൊക്കെ പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ എത്രത്തോളം കിട്ടും? നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ, നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ പലവരും ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടാവും, 1,00,000 വ്യൂ ആണെങ്കിൽ 63 രൂപ, 1 മില്യൺ ആണെങ്കിൽ 686 രൂപ. അപ്പോൾ പിന്നെ 10 മില്യന് 6100 സംതിങ് അവിടെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കും. അതല്ല ഗായ്സ്, ട്വിസ്റ്റ് ഉണ്ട്, ട്വിസ്റ്റ്. ഏകദേശം 10 മില്യൺ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ഷോർട്സിൽ കിട്ടാൻ പോകുന്ന റവന്യൂ 9563 രൂപ. ഇപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അതെന്താ അങ്ങനെയെന്ന് എനിക്കും അറിയില്ല, യൂട്യൂബിന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ യൂട്യൂബിനോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓരോ വീഡിയോയിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഈ ഒരു പൈസ ആവണമെന്നില്ല, ഇതൊന്ന് മറിയാനൊക്കെ സാധ്യത ഉണ്ട്. ലോങ് വീഡിയോ ഒരു 2000 വ്യൂസൊക്കെ കിട്ടിയ ഒരു വീഡിയോ ആണെങ്കിൽ 8 മിനിറ്റിൻ്റെ കേട്ടോ, ഒരു 2000 വ്യൂസൊക്കെ കിട്ടിയ വീഡിയോ ആണെങ്കിൽ ഏകദേശം 80 രൂപ കിട്ടും. ഏകദേശം കണക്കാട്ടോ, എല്ലാ വീഡിയോസിലും ഇങ്ങനെ ആവണമെന്നില്ല. ഏകദേശം ഒരു 80 രൂപ നമുക്ക് കിട്ടും. ഇനി ഇതേ ലോങ് വീഡിയോ 8 മിനിറ്റിൻ്റെ തന്നെ 1,00,000 വ്യൂ ഉണ്ടെങ്കിൽ എത്ര രൂപ കിട്ടും? ഏകദേശം ഒരു കണക്ക് 5600 600 സംതിങ് അത്രയൊക്കെ രൂപയാണ് കിട്ടുക 1,00,000 വ്യൂസ് എന്ന്. ലോങ് വീഡിയോ 8 മിനിറ്റിൻ്റെന്ന് കേട്ടോ. അത് വ്യത്യസ്തമായിരിക്കാം, കയറിയും കുറഞ്ഞും ഒക്കെ ആയിരിക്കും കേട്ടോ. ചിലവരുടെ റവന്യൂ ഒക്കെ അങ്ങനെയാണ്. ഓക്കെ, ഇനി ഇതേ ലോങ് വീഡിയോ 8 മിനിറ്റിൻ്റെ 1 മില്യൺ അങ്ങോട്ട് പോയി എന്ന് വിചാരിക്കാം. എത്ര രൂപ നമുക്ക് റവന്യൂ കിട്ടുമെന്നറിയോ? 1 മില്യൺ 8 മിനിറ്റിൻ്റെ വീഡിയോ 27,890 രൂപ കിട്ടും. ആഹാ, കണ്ടില്ലേ, 27,890. അത് 1 മില്യൺ അടിക്കണം കേട്ടോ 8 മിനിറ്റിൻ്റെ വീഡിയോ. അതൊക്കെ ചെയ്യുന്നവരുടെ മിടുക്ക് പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും രൂപയാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവൂലേ, ഇത്രത്തോളമൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഇപ്പോൾ 1000 വ്യൂ കിട്ടിയിട്ടും ഇത്രയൊക്കെ രൂപയേ ഉള്ളോ, ഇത്രയൊക്കെ പൈസ കിട്ടുള്ളൂ എന്ന് ചിലവർക്ക് യൂട്യൂബ് തുടങ്ങാൻ വേണ്ടി ഇരിക്കുന്നവർ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും. അതൊന്നും നിങ്ങൾ കണക്കിലാക്കണ്ട. ഓരോ വീഡിയോക്കും ഇതിലും കൂടിയും കുറഞ്ഞും ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ പറയുന്നത് അതേ കണക്കാവില്ല, അതിനെക്കാട്ടിലും കൂടുതൽ പൈസ കിട്ടാനും സാധ്യത ഉണ്ട്. യൂട്യൂബിൻ്റെ കാര്യമാണ്, നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. യൂട്യൂബ് ചെയ്യുന്ന പരിപാടികളാണ് ഇതെല്ലാം. നമ്മൾ വീഡിയോ ഇട്ട് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ടും കൊണ്ടേയിരിക്കുക. നല്ല അടിപൊളി വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കും ഇതിന്ന് നല്ലപോലെ റവന്യൂ മണി ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രത്തോളം വ്യൂസ് കിട്ടുന്നോ അത്രത്തോളം ക്യാഷ് കിട്ടും. ഒരു കാര്യമുണ്ട്,
നമ്മുടെ ലോങ് വീഡിയോ 8 മിനിറ്റിൻ്റെ വീഡിയോയ്ക്ക് ആണെങ്കിലും ആഡ്സ് കൂടുതലായിട്ട് വരണം. 5 മിനിറ്റിൻ്റെ വീഡിയോസ് ഒന്നും ചെയ്താൽ ആഡ്സ് വരില്ല. എത്രത്തോളം ഓഡിയൻസ് നമ്മുടെ ആഡ്സ് വീഡിയോസിൽ വരുന്ന ആഡ്സ് സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ വീഡിയോസിൽ എത്രത്തോളം ആഡ്സ് വരുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് റവന്യൂ കൂടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഒരുപാട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ കാരണം. സോ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഗൈസ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും